2 മാസം മുന്നേ, കൃത്യമായി പറഞ്ഞാൽ ജനുവരി ലാസ്റ്റിലോട്ട് 9th CBSE പഠിക്കുന്ന ഒട്ടനവധി കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ നിരത്തി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ സീനിയേഴ്സ്. എന്താന്ന് വെച്ചാൽ, സർ ആനുവൽ എക്സാം എഴുതി ഞങ്ങൾ പൊട്ടി, ഇനി റീടെസ്റ്റ് ഉണ്ട്, ഒരാഴ്ച കഴിഞ്ഞാൽ റീടെസ്റ്റ് ആണ്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പാസ്സാവണം. ആ ഒരു ഇതിൽ ഞങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയപ്പോഴാണ് സാറിൻ്റെ ക്ലാസ് കണ്ടത്, നിങ്ങളൊക്കെ സൈലത്തിൻ്റെ ക്ലാസ് കണ്ടത്. അപ്പോൾ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരാഴ്ച എന്ന് ചോദിച്ചായിരുന്നു ഈ കുട്ടികളെല്ലാം തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ മാക്സിമം നമ്മുടെ ക്ലാസ് കണ്ട് ഒരാഴ്ചയിൽ മാക്സിമം ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് പഠിക്കുമെന്ന് പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് മാക്സിമം നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമെന്ന് അറിയാം. എന്നിരുന്നാലും അവരെ ഡിസ്കറേജ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് തന്നെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മാക്സിമം പഠിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പല കുട്ടികൾക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് 9th CBSE എന്ന് കേൾക്കുമ്പോൾ അവർ അതിനെ അങ്ങ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കളയും. 10th എത്തിയാൽ ഓക്കെ, ചൂടായി, എല്ലാം സെറ്റാവും. പക്ഷേ 9th എന്നൊക്കെ പറയുമ്പോൾ ഒരു 9th അല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ 10th ആവശ്യമായ മെയിൻ ബേസ് കിടക്കുന്നത് 9th CBSE പല കുട്ടികളും അറിയാതെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 8th CBSE 8ാം ക്ലാസ്സിൽ പഠിച്ച പോലെ അത്രയ്ക്ക് എളുപ്പമല്ല 9th പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 9th CBSE മാത്തമാറ്റിക്സിൽ പോളിനോമിയൽസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ 8ാം ക്ലാസ്സിലെ മാത്സിൽ ഒരു 6 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ ഒരു 6 ചാപ്റ്റർ, ആ കണ്ടൻസ് നിങ്ങൾ എത്രത്തോളം കണ്ടൻസ് അവിടെ പഠിച്ചിട്ടുണ്ടോ, ആ കണ്ടൻസ് മുഴുവൻ ഈ ഒരു 2nd ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസിൽ പഠിക്കാനുണ്ട്. അതായത് അത്രയും വലിയ ചാപ്റ്റർ ആണ് ഈ പോളിനോമിയൽസ് എന്നത്. 9th CBSE ഓരോ സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്റേഴ്സും അത്യാവശ്യം നല്ല പോലെ വലിയ ചാപ്റ്റേഴ്സ് ആണ്. അത് 8th CBSE അപേക്ഷിച്ചിട്ട് സിംപ്ലി പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള സിലബസ് ആണ്, വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. കവർ ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒട്ടും ഈസി അല്ലതാണ്. അതുകൊണ്ട് തന്നെ സൈലം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു നിഞ്ച ബാച്ച്. നിഞ്ച ബാച്ചിൽ 8ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്, April 8-ന്. അതായത് വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ. എല്ലാ കുട്ടികളും എത്രയും പെട്ടെന്ന് തന്നെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതിഗംഭീരമായിട്ട് ഈ ഒരു അക്കാദമിക് ഇയർ മുഴുവൻ നമുക്ക് പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ക്ലാസ്സസ്, നോട്ട്സ്, ഓരോ ചാപ്റ്റർ കഴിഞ്ഞാൽ എക്സാംസ്, അതേപോലെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് 10 MCQs വെച്ച് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, ഇങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സാണ് നിഞ്ച ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇനിയും ആരെങ്കിലും നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് 9th CBSE മുഴുവൻ മാർക്കും നേടിയെടുക്കാം.